ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരി ആകെ സംശയം തോന്നിയിട്ട് അവിടെയുള്ള ഫയലൊക്കെ എടുത്ത് പരിശോധിക്കുക കേട്ടോ, എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് വാതിലടച്ച് അവിടെ നിൽക്കുക കേട്ടോ. അതേ സമയത്ത് ലക്ഷ്മിയമ്മയെ കാണാൻ വേണ്ടിയിട്ട് കിരണും കല്യാണിയും കൂടെ ചെല്ലുവാണ്. അപ്പോൾ ലക്ഷ്മിയമ്മയുടെ മുഖത്തെ വിഷമമൊക്കെ കാണുമ്പം കല്യാണി ചോദിക്കുന്നുണ്ട്, ഈ പ്രശ്നമല്ലാതെ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ടെൻഷനുണ്ടോ, എപ്പോഴും മൂത്തൊരു വിഷമമുള്ളതുകൊണ്ട് ചോദിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയുവാണ്, ഉണ്ട് മോളെ, പക്ഷേ ഈ നാടകമൊക്കെ കഴിയുമ്പോൾ മോളോടത് പറയാം. മോളെ പറ്റിയും കിരണിനെ പറ്റിയും നിങ്ങളുടെ കുടുംബത്തെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് തന്നെ ഇങ്ങ് വന്നേ. വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് എനിക്ക് 100% ഉറപ്പുവാ എന്ന് പറയുമ്പം പ്രകാശിൻ്റെ ഫോൺ വരും കേട്ടോ ലക്ഷ്മിയമ്മയ്ക്കും. അപ്പം കിരണിനോടും കല്യാണിയോടും പറയുന്നുണ്ട്, ദേ മോളെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ഫോൺ എടുത്തു കേട്ടോ. ആ സമയത്ത് പ്രകാശനാണെങ്കിൽ പറയുന്നുണ്ട്, എന്നെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ മഹായിക്ക്, ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. എനിക്കെന്ന് ചെറുപ്പമായിരുന്നു, അതൊരു പ്രേമരോഗിയായിരുന്നു. എല്ലാവരുടെയും പുറകെ നടക്കുന്ന പോലെ എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞുണ്ടെന്നൊക്കെ പറയുന്നത് സത്യമൊന്നുമല്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുകയാണ്, എനിക്കല്ലെങ്കിലും പ്രകാശേട്ടനെ വിശ്വാസമാണ്, എത്രയും പെട്ടെന്ന് കേസൊക്കെ അവസാനിപ്പിച്ച് എന്നെ പ്രകാശേട്ടൻ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രകാശനും ഭയങ്കര സന്തോഷമാവുകയാണ്. ഫോൺ വെച്ച് കഴിയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ്, ഇങ്ങനെയൊക്കെ അയാൾ എന്നെപ്പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, സത്യം എന്താണെന്ന് എനിക്കറിയാവുന്നിടത്തോളം കാലം ഇനി അയാൾക്ക് തിരിച്ചടികളുടെ കാലമായിരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കിരണും കല്യാണിയും പറയുന്നുണ്ട്, തിരിച്ചടികൾ അയാൾ ചെയ്യുന്നതിന് മിക്കപ്പോഴും കിട്ടുന്ന അയാളുടെ മകനാണ്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ മുറ പോലെ ആൻറ്റി എന്നൊക്കെ പറയും കേട്ടോ. അതേസമയം കാർത്തിക പറയുകയാണ്, അമ്മയ്ക്കിപ്പം അച്ഛൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ, എന്നെക്കാളും സ്നേഹം അച്ഛനോട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ അസൂയയും വിഷമമൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രകാശൻ ടെൻഷൻ അടിച്ചിട്ട് പറയുക, അയ്യോ മോളെ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അങ്ങനെയൊന്നും ചിന്തിച്ച് മോക്കനോട് ദേഷ്യവും വിദ്വേഷമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറയും കേട്ടോ. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല അച്ഛാ, എൻ്റെ അമ്മയ്ക്ക് എന്താണോ സന്തോഷം അത് തന്നെയാണ് എനിക്ക് സന്തോഷം. അമ്മ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് കേസൊക്കെ ഒതുക്കി തീർത്ത് അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടണം, അതുമാത്രമേ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുമോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അതേ സമയത്ത് മനോഹറും പുറത്ത് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വരുക കേട്ടോ, മീറ്റിങ്ങിന് പോയെന്ന് പറഞ്ഞിട്ട്. ഷാരി നോക്കിയിരിക്കുവാണ്. ഷാരി നോക്കിയിരുന്നത് മനോഹറിനെ കാണുമ്പോഴേ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ മീറ്റിംഗ്? എല്ലാം സംശയത്തോടുകൂടിയാണ് ചോദിക്കുന്നു കേട്ടോ. എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോഹർ ഒന്ന് ചിന്തിച്ചിട്ട് പറയുകയാണ്, അത് സിറ്റിയിൽ നിന്ന് ഇച്ചിരി മാറി ഒരു 5 സ്റ്റാർ ഹോട്ടലില്ലേ ജുപ്പിറ്റർ, അവിടെ ആയിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഷാരി പറയുകയാണ്, ഞാനതൊന്നും അവിടെയൊന്നും പോയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പറയുന്നുണ്ട്, അതിനമ്മ എന്തിനാണ് വിഷമിക്കുന്നത്, നമുക്ക് അവിടെ പോകാമല്ലോ ഫാമിലിയായിട്ടൊരു ദിവസം, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിന് നൂലായിട്ടൊക്കെ അല്ലേ വരുന്നത്, അവിടെ വെച്ച് നടത്താമെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാരി ചിന്തിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് നല്ല മരുമോനെ ഞാൻ സംശയിക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. എന്നിട്ട് ഷാരി പറയുന്നതാണ്, കുഞ്ഞിനെയും കൊണ്ട് രൂപയുടെ അവിടം വരെ ഒന്ന് പോകണമെന്ന് പറയും കേട്ടോ. അപ്പം മനോഹർ പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ അത് വേണ്ടെന്നാ, പിന്നെ അമ്മയ്ക്കും സരിയോനും നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോയിക്കോ, അവിടെ അത്രയും ശത്രുക്കളൊക്കെ ഉള്ള വീടല്ലേ, അവിടേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ഷാരിക്ക് ചെറിയ ഡൗട്ടൊക്കെ തോന്നിയിട്ട് ഷാരി നിഷയുടെ അമ്മയുടെയും കാര്യം പറയുക കേട്ടോ. പറയുന്നുണ്ട്, മോനെ നിഷേനെ കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ മനോഹർ ആകെ പതറുവാണ് കേട്ടോ. ഇതൊക്കെ ഷാരി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മനോഹർ ടെൻഷൻ കൊണ്ട് ചോദിക്കുകയാണ്, എന്നെപ്പറ്റി വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാരിക്ക് കുറച്ചും കൂടെ സംശയം കൂടുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോനെ പറ്റിയൊന്നും പറഞ്ഞില്ല, ആ പെങ്കൊച്ചിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, ഇവിടെ ഒരു ഭ്രാന്തനുണ്ടല്ലോ, അങ്ങനെ ശപിക്കുന്ന പോലെ എന്തൊക്കെയോ കുറേ പറഞ്ഞു, പിന്നെ ആ പെങ്കൊച്ചും കെട്ടിയവനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു, താലിയൊന്നും കഴുത്തി കണ്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പം മനോഹർ അതിനിടയിൽ കൂടെ നൈസായിട്ട് ചോദിക്കുക, അല്ല വിവാഹബന്ധം വേർപെടുത്തിയെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞില്ല മോനെ എന്ന് പറയുവാണ്. അപ്പം ഷാരിയുടെ മുഖത്ത് ഈ ഡൗട്ട് പോലെ ചെറുതായിട്ട് മനോഹറിന് വന്നിട്ട് മനോഹറും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവളൊരു അഹങ്കാരിയാണ്, എനിക്കത് അന്നേ തോന്നിയായിരുന്നു, അത് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അവളോട് മിണ്ടു പോലും ചെയ്യാതെ പോയേ എന്ന് പറഞ്ഞിട്ട് പയ്യെ കയറിപ്പോവാം കേട്ടോ. കയറിപ്പോകാൻ നേരത്ത് സ്റ്റെയർ കേസിൽ നിന്ന് തിരിഞ്ഞ് ഷാരീനെ ടെൻഷൻ കൊണ്ട് മനോഹർ നോക്കുന്നുണ്ട്. ഷാരി മനോഹറിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാരിക്കും ഡൗട്ട് കൂടുവാണ്. ഓടി മുറി പോയി വാതിലടച്ചിട്ട് ഷാരി ഫോൺ എടുത്ത് ജുപ്പിറ്റർ ഹോട്ടലിലോട്ട് വിളിക്കുക കേട്ടോ, നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവിടെ എസ് മനോഹർ എന്ന് പറയുന്ന ആൾ റൂം എടുക്കുമോ, മീറ്റിങ്ങിന് വരുമോ, എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ റിസപ്ഷനിലെ പുള്ളിക്കാർ പറയുന്നുണ്ട്, റൂമൊന്നും എടുത്തിട്ടില്ല, പിന്നെ ഇന്നും ഇന്നലെ ഒന്നും മീറ്റിംഗ് ഒന്നും നടന്നിട്ടും ഇല്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ ഉറപ്പല്ലേ എന്ന് ഷാരി ചോദിക്കുവാണ്. ചോദിച്ചു കഴിയുമ്പോൾ അവർ ഉറപ്പാന്ന് പറയുമ്പോൾ ഷാരിക്ക് പിന്നെയും ടെൻഷൻ കയറും കേട്ടോ.
ടെൻഷൻ കയറിയിട്ട് ഷാരി വെപ്രാളത്തിലോടി സരയുവിൻ്റെ മുറിയിൽ ചെല്ലുവാണ്. മുറിയിൽ ചെല്ലുമ്പോൾ സരയു കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടും താരാട്ട് പാടിക്കൊണ്ടും ഇരിക്കുക കേട്ടോ. സരയുവിനെ കണ്ടാകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഷാരി പറയുന്നുണ്ട്, മോളെ നീ എന്താ ഈ സാമട്ടിലിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് മനുവിനെയും കൂട്ടി നീ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകണമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, അത് ഞങ്ങൾ പൊക്കോളാം, അമ്മയ്ക്കിപ്പോൾ എന്താ കുഴപ്പം, കുറച്ച് സമയം എടുക്കും, എന്തായാലും മനുവേട്ടന് അറിയാമല്ലോ പോകണം എന്നുള്ള കാര്യം എന്ന് പറയുകയാണ്. അപ്പോൾ ഷാരി പറയാണ്, ഇതിപ്പോൾ എനിക്കാണല്ലോ തിടുക്കം, നീയാണ് തിടുക്കം കാണിച്ച് പോകേണ്ടത്, എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറയും കേട്ടോ. ആ സമയത്ത് മനോഹർ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുക കേട്ടോ. മനോഹർ അപ്പം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മയും മോളും തമ്മിൽ എന്താ വഴക്കെന്ന് ചോദിക്കുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, ദേ അമ്മയ്ക്കിപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകണം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മനോഹർ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഷാരി പറയുന്നുണ്ട്, അല്ല ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, അതിന് ചിലപ്പോൾ ആദ്യം ഞങ്ങൾ പോകുമ്പോൾ അമ്മേനെ കൊണ്ടുപോയെന്ന് വരുവല്ല എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയുവാണ്, എന്നെ കൊണ്ടുപോകണം ഞാനിപ്പോൾ പറഞ്ഞോ, നിങ്ങൾ രണ്ടും പോയാൽ മതി, അത് ചെയ്യാമല്ലോ, അതിനെന്താ താമസം എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചേ പോവുള്ളൂ എന്ന് പറയും കേട്ടോ. ഇനി ഷാരിക്ക് വിഷമമായാലോ എന്നോർത്ത്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, എനിക്കും അതാണ് ആഗ്രഹം, പക്ഷേ അങ്ങനെയല്ലെങ്കിൽ പോലും നിങ്ങൾ പോകണം എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പറയുന്നുണ്ട്, അതല്ലോ അമ്മ നോക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഷാരി അടുത്തടിച്ചോരെ പറയാണ്, നോക്കുന്ന മാത്രമല്ലേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സരയുവിനോട് പറയുന്നുണ്ട്, മോളെ നിനക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന പോലെ ഒന്നും സംഭവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും സരി ചോദിക്കുകയാണ്, അതിനിപ്പോൾ എൻ്റെ ജീവിതത്തിന് എന്ത് പറ്റി, അച്ഛനെ എവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള തിടുക്കമായിരിക്കും അമ്മയ്ക്ക്, എന്നതാണോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭ്രാന്താവുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, അത് നേരാ, എനിക്കും ഈ പോക്കാണെങ്കിൽ ഭ്രാന്താവുമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹർ പറയാണ്, എങ്കിൽ അച്ഛനും അമ്മയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ ഷാരിക്ക് ദേഷ്യവും വിഷമമൊക്കെ വന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഷാരി പോയി കഴിയുമ്പോൾ സരയുവിനോട് മനോഹർ പറയാം, അല്ല അമ്മയ്ക്ക് എന്താണാവോ ഇത്രയും ടെൻഷൻ, എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താര എന്ന് പറയുന്ന പുള്ളിക്കാരി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സരയുവിന് ദേഷ്യം വരുവാണ്. സരയു പറയാണ്, മനുവേണ്ട എന്താ ഉദ്ദേശിച്ച് വരുന്നത്, ഞാൻ അവരുടെ മകളാണെന്നാണോ, ആ CS-ൻ്റെ ഒക്കെ പുറകെ നടക്കുന്നത് അവരുടെ മകളെ ഞാനെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോഴേക്കും മനോഹരനാകെ ഇവളെന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നുള്ളൊരു എക്സ്പ്രഷനിൽ നിൽക്കുവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് സരയു പറയാണ്, സോറി മനുവേട്ടാ, അവരെ കൂട്ടി മാത്രം എന്നെ പറയരുത്, വേറെ എന്ത് വേണേലും പറഞ്ഞോ, സോറി, എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് എന്തോ ചിന്തിച്ച് നിൽക്കുന്ന മനോഹറിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്